നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ശ്രേയസ് അയ്യർ. ശ്രേയസ് അയ്യർ ഏതാണ് പറയേണ്ടതെന്ന് അറിയില്ല. എന്തൊരു കിടിലൻ ഇന്നിങ്സ് ആയിരുന്നു അത്. പക്ഷേ അദ്ദേഹം അർഹിച്ച സെഞ്ചുറി അദ്ദേഹത്തിന് ലഭിച്ചില്ല. 97 റൺസാണ് 19 ഓവർ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. സ്വാഭാവികമായിട്ടും അവസാന ഓവറിൽ ഒരു 3-4 റൺസ് അദ്ദേഹം അടിച്ച് സെഞ്ചുറി പൂർത്തീകരിക്കുമെന്ന് കരുതി. പക്ഷേ അത് സംഭവിച്ചില്ല. ശശാങ്ക് സിംഗ് അങ്ങ് അടിച്ച് തിമിർത്തു. ആ ഓവറിൽ 23 റൺസാണ് പിറന്നത്. ശശാങ്ക് സിംഗിനെ ഒന്നും പറയാനില്ല. ശ്രേയസ് അയ്യർ ഒന്നും പറയുകയുമില്ല. കണ്ടല്ലോ, കളി കഴിഞ്ഞപ്പോൾ അവർ സംസാരിച്ച് പോകുന്നത് നമ്മൾ കണ്ടല്ലോ. അവരത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ടീമിൻ്റെ വിജയത്തിനാണ് പ്രാധാന്യം, ടീമിനാണ് പ്രാധാന്യം, ഇൻഡിവിജ്വൽ നേട്ടങ്ങൾക്കല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ശ്രേയസ് അയ്യർ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ശശാങ്കിൻ്റെ അവസാന ഓവറിലെ പ്രകടനം സിറാജിനെതിരെ ആദ്യ പന്ത് 4, അടുത്ത പന്തിൽ ഡബിൾ, അടുത്ത പന്തിൽ 4, അടുത്ത പന്ത് വീണ്ടും 4, പിന്നെ ഒരു വൈഡ്, പിന്നെ 2 4കൾ തുടർച്ചയായി. അവസാനത്തെ ആ 4ഒക്കെ ഇങ്ങനെ കീപ്പർക്ക് മുകളിലൂടെ ഇങ്ങനെ തട്ടിയിടുന്നത് വളരെ ക്ലവറായിട്ടുള്ള ബാറ്റിങ്. ആ ഓവറിൽ 23 റൺസാണ് സിറാജ് വിട്ടുകൊടുത്തത്. പക്ഷേ ഒന്നുപോലും ശ്രേയസ് അയ്യരുടെ വക വന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സെഞ്ചുറി ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ 42 പന്തിൽ നിന്നുള്ള 5 4ഉം 9 6ഉം അടങ്ങുന്ന 97 റൺസിൻ്റെ കിടിലൻ ഇന്നിങ്സ് അത് തന്നെയാണ് 20 ഓവർ പൂർത്തിയാകുമ്പോൾ 5 വിക്കറ്റിന് 243 എന്നുള്ള മാമത്ത് ടോട്ടലിലേക്ക് എത്താൻ പഞ്ചാബ് കിങ്സിനെ സഹായിച്ചത്. GT ടോസ് കിട്ടിയിട്ട് ബൗൾ ചെയ്യാൻ തീരുമാനിച്ചതാണ് എന്ന കാര്യം ഓർക്കണം. തുടക്കത്തിൽ പ്രഭ്സിമ്രാൻ സിംഗിനെ നഷ്ടപ്പെട്ടു, ശരിയാണ്. പക്ഷേ പ്രിയാൻ ഷാരിയ തൻ്റെ IPL ഡെബ്യൂവിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ച. 23 പന്തുകളിൽ നിന്ന് 7 4ഉം 2 6ഉം അടക്കം അദ്ദേഹം 47 റൺസാണ് കുറിച്ചത്. അദ്ദേഹം പോയതിനു ശേഷം അസ്മത്തുള്ള ഒമർ സായിയാണ് ബാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രേയസ് അയ്യർക്ക് കൂട്ടുന്നത്. പക്ഷേ ഒമർ സായി 15 പന്തിൽ 16 റൺസ് എടുത്ത് പോയി. ഗ്ലെൻ മാക്സ്വെൽ കിഷോറിൻ്റെ പന്തിൽ LBW ഗോൾഡൻ ഡക്ക്. പക്ഷേ എന്തുകൊണ്ട് റിവ്യൂ ചെയ്തില്ല എന്നുള്ളതാണ് ചോദ്യം. വിക്കറ്റ് മിസ്സിംഗ് ആയിരുന്നു. വല്ലാത്തൊരു നഷ്ടമാണ് അത് PBKസിന് എന്ന് തോന്നി. പിന്നാലെ സ്റ്റോയിനിസ് 15 പന്തിൽ 20 റൺസുമായിട്ട് വന്നുപോയി. പക്ഷേ അവസാന ഘട്ടത്തിൽ ഒരു നിരാശയ്ക്കും ഇടം കൊടുക്കാതെ പൊളിച്ചടുക്കി ശശാങ്ക് സിംഗ്. 16 പന്തുകൾ 6 4ഉം 2 6ഉം അടക്കം 275 സ്ട്രൈക്ക് റേറ്റിൽ 44 റൺസാണ് അടിച്ചത്. അവസാന ഓവറിൽ 23 റൺസ് വരുന്നു. എന്തായാലും അയ്യർ കിടിലൻ പ്രകടനം നടത്തി പ്രസിദ്ധ കൃഷ്ണയൊക്കെ എടുത്തിട്ട് അലക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ വല്ലാത്തൊരു പ്രകടനമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ബാറ്റിങ്ങിന് കൈയടിക്കണം. 20 ഓവറുകൾ 5 റൺസിന് 5 വിക്കറ്റിന് 243 റൺസാണ് അവർ അടിച്ചു കൂട്ടിയത്. GTക്ക് ഇത് മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. മുഹമ്മദ് സിറാജ് 4 ഓവറിൽ 54 റൺസ് കൊടുത്തപ്പോൾ പ്രസിദ്ധ കൃഷ്ണ 3 ഓവറിൽ 41 റൺസ് കൊടുത്തു. അങ്ങനെ ബൗളർമാർക്ക് നന്നായിട്ട് അടി കിട്ടുമ്പോൾ ഒരു ഭാഗത്ത് സായി കിഷോർ 4 ഓവറിൽ 30 റൺസിന് 3 വിക്കറ്റ് എടുത്ത് മികവ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.